നമുക്കൊരു ഒന്നൊന്നര ചോദ്യം ഉണ്ടെന്ന് പറ. കിട്ടി, നല്ലൊരു കിട്ടി. നമ്മുടെ നാട്ടിലെ ബ്രാൻഡ് ഐക്കോൺ ആരാണ് എന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടി അല്ലാതെ മറ്റൊരു പേര് കേരളത്തിൽ പറയുവാൻ കഴിയില്ല. സത്യമാണോ? ഞാൻ ജീവിതത്തിൽ ഇതുവരെ അതേ പറഞ്ഞിട്ടുള്ളൂ. എന്റെ നോട്ടത്തിൽ കേരള രൂപീകരണത്തിന് ശേഷം ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള പെൻഷൻ ഏതാണെന്ന് ചോദിച്ചാൽ കമല പെൻഷനാണ്. ഇതാകെ വശപ്പശായല്ല. പെൻഷൻ തുക കൊണ്ട് 100 കോടിക്കടുത്ത് ആവാൻ സാധ്യതയുണ്ട്. ഞാൻ ഇയാളെ ഒന്ന് ഉപദേശിക്കുകയായിരുന്നു. ഇനിയെങ്കിലും ഒന്ന് നന്നാവോന്ന് അറിയണമല്ലോ. നോണെങ്കിൽ കേൾക്കാൻ നല്ല രസമുണ്ട്. ഇത്രയും കാലം കർത്താവ് വിചാരിച്ചിട്ട് നന്നായില്ല, പിന്നെയാ ഇനി വട്ടപ്പാറ രൂപ ആസ്തിയുള്ള ഒരു സാമ്രാജ്യം തുടങ്ങുവാൻ പറ്റിയ വേറൊരു സംരംഭകൻ. ചെറിയ പുള്ളി അല്ലവൻ, പഠിച്ച കള്ളനാ. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഏറ്റവും സക്സസ്ഫുൾ പെൻഷൻ എന്ന് പറയുന്നത് ഈ കമല പെൻഷൻ. ഇത്തിരി എരിവും പുളിയും കൂടുതലാ, ചമ്മന്തി പരുവത്തിലാക്കണം നീ. ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ 6 മാസക്കാലമായി ആ പെൻഷൻ മുടങ്ങി കിടക്കുകയാണ്. ആലോചിച്ച് നോക്കൂ. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. പിന്നെ ഇവനെ ഒന്ന് നന്നാക്കി എടുക്കാൻ ഒരു വഴി പറഞ്ഞതാടാ. ഇവനെയോ? ഞാനോ? ഞാൻ മാന്യമായിട്ട് നടക്കുന്ന കണ്ടിട്ട് ചേച്ചിക്ക് പിടിക്കുന്നില്ലല്ലേ? പെട്രോളിന്റെയും ഡീസലിന്റെയും സെസ് വർദ്ധിപ്പിച്ചു. കുറച്ചൊക്കെ ഫാന്റസി വേണം, എന്നാലേ ജീവിതത്തിലേക്ക് ഒരു ലൈഫ് ഉള്ളൂ. ഞങ്ങൾ 1 രൂപ മുതൽ 2 രൂപ വരെ പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിച്ച ഒരു സർക്കാർ. ഞാൻ പറക്കുകയാണ് മനമടുപ്പിക്കുന്ന നഗരത്തിൽ നിന്ന്. ഇപ്പോഴാ 18 മാസം CPM പറഞ്ഞു തുടങ്ങിയത്. നേരത്തെ 6 മാസം നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. 6 മാസം ഉമ്മൻചാണ്ടി പെൻഷൻ മുടക്കി. എന്തായാലും നിങ്ങൾ കണ്ടുപിടിച്ച ആള് കൊള്ളാം. എന്തൊരു ചുണയാ. ഇനി ഇത് ഓൺ ചെയ്യണില്ല. ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചോ എന്റെ അമ്മയ്ക്ക് ആദ്യം വിളിക്കണം. അപ്പൊ പിണറായി വിജയൻ 6 മാസം മുടക്കിയപ്പോ പറഞ്ഞു ഉമ്മൻചാണ്ടി സാറ് 18 മാസം പെൻഷൻ മുടക്കി. എടാ, എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയേ. എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാ. എന്നാ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. വല്ലാത്തൊരു വാശിക്കാരൻ പിണറായി വിജയനെങ്ങാനും 10-30 മാസം മുടക്കി കഴിഞ്ഞാൽ പറയും ഉമ്മൻചാണ്ടി പെൻഷനേ കൊടുത്തിട്ടില്ല. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാൻ ആക്കണ. ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അപ്പൊ അടുത്ത ആഴ്ച രാഘമാഷിന്റെ മോളെ കല്യാണത്തിനാണ്.